ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു നാളത്തേക്കുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ജയേരിയാണ് എടുത്തിരിക്കുന്നത്. ജയേരി എന്ന് പറയുമ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതേസമയം സാധാ റേഷൻ അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ചോറൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ, സ്കൂളിൽ പോകുന്നവരും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ജയേരി വെന്ത് കിട്ടാനുള്ളൊരു ടിപ്പാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ തലേ ദിവസം ഇതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള അരി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ നമ്മൾ കുക്കറിനകത്താണെങ്കിൽ ഒരു 2-3 വിസിലൊക്കെ വരുമ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റിൽ അതെങ്ങനെയാണ്, എത്ര വെള്ളം വേണമെന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഇന്ന് നമ്മളിതൊന്ന് അടച്ചു വെക്കുകയാണ് വെള്ളം ഒഴിച്ച്. തലേ ദിവസം രാത്രിയിലാണ് നമ്മളിത് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുന്നത്. ഇനി നമുക്കിത് നാളെ രാവിലെ എടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് 1 കപ്പ് വെള്ളമേ ഒഴിച്ചുള്ളൂ. ഒരു 2-3 കപ്പ് വെള്ളം ഏകദേശം ഇതിനൊക്കെ ഇവിടം വരെ നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അരി കുതിർന്ന് വരുമ്പോഴേക്കും വെള്ളം പെട്ടെന്ന് നമുക്ക് വറ്റി കിട്ടും. അപ്പോൾ ഇതാ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ അരി ഇവിടെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചിരുന്ന ആയത് കാരണം ഇന്ന് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അരി കഴുകി എടുത്തിട്ടുണ്ട്, വെള്ളത്തോട് കൂടിയാണ്. അതിനുശേഷം നമ്മളിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയും കുക്കറിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സൈഡ്, കുക്കറിൻ്റെ ഈ ഒരു സൈഡ് വരെ നേരത്തെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഗ്യാസ് പോയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്നെടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ചോറ് ഇവിടെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ജയേരിയൊക്കെ ആണെങ്കിൽ അന്നേരം തന്നെ ഫ്രഷായിട്ട് ചോറ് നമുക്ക് കുക്കറിനകത്ത് റെഡിയാക്കി എടുക്കാം. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൻ്റെ ഈ ഒരു വിസിലെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കമഴ്ത്തി ഇട്ടിട്ട് ഊറ്റിയെടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തൊന്ന് തിളച്ചതിന് ശേഷമാണ് ഞാനിതെങ്ങനെയാണ് വാർക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുക. അപ്പോൾ ആ ഒരു ചോറ് കുറച്ചുകൂടെ ആ ഒരു പശയൊക്കെ ഒന്ന് പോയി ഒന്ന് നല്ല സോഫ്റ്റായിട്ടിരിക്കും. മറ്റേ ആ ഒരു പശ ഉണ്ടെങ്കിൽ ചോറ് കുറച്ചുകൂടെ അങ്ങ് ഒരു ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാവും. അതിനാണ് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇവിടെ നല്ല പോലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു പശയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു കലത്തിലേക്കാണ്, ഞാനിവിടെ ഒരു കലം എടുത്തിട്ടുണ്ട്. ഈ ഒരു കലത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇവിടെ നല്ല പോലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു പശയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു കലത്തിലേക്കാണ്, ഞാനിവിടെ ഒരു കലം എടുത്തിട്ടുണ്ട്. ഈ ഒരു കലത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കലത്തിലേക്ക് ആക്കിയതിന് ശേഷം സാധാരണ നമ്മൾ ചോറടച്ചിടുന്ന പോലൊക്കെ തന്നെ ഞാനിവിടെ അടച്ചിട്ടിട്ടുണ്ട്. നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ചോറ് നമുക്ക് കലത്തിൽ വെച്ച് വാർക്കുന്ന പോലുള്ള ചോറ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ ചോറ് വാർത്തതിന് ശേഷം ഞാനിവിടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഒട്ടും കുഴഞ്ഞു പോവാതെ കൊണ്ട് നല്ല സാധാരണ നമ്മൾ വെക്കുന്ന ചോറ് പോലൊക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മത്തങ്ങ ഇതുപോലെ മേടിച്ച് കഴിയുന്നതന്നെ പെട്ടെന്നാണ് ഇതിൻ്റെ അകഭാഗം ഒന്ന് കേടായി പെട്ടെന്ന് പോകും. പിന്നെ നമുക്കത് കഴിക്കാനും കൊള്ളത്തില്ല. ഫ്രിഡ്ജ് വെച്ചിരുന്നാലും പെട്ടെന്നാണ് ഇത് പോകുന്നത്. അങ്ങനെ പോവാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇതുപോലൊക്കെ ഒരു മുറി ഇവിടെ ഞാനൊരു മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഈ ഒരു കുരുവുണ്ടല്ലോ, അത് നമ്മളൊരു സ്പൂണ് വെച്ച് നമുക്കൊന്ന് എടുത്ത് കളയാം. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് ഇതെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ സാധാരണ ഫ്രിഡ്ജിൽ വെക്കുന്ന പോലൊക്കെ ഒന്ന് വെച്ച് നോക്കുക. എത്ര ദിവസം കഴിഞ്ഞാലും ഈ ഒരു മത്തങ്ങ കേടാവാതെ കൊണ്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസറിനകത്ത് മീനും ഇറച്ചിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് അത് അലിഞ്ഞു കിട്ടത്തില്ല. അലിഞ്ഞു കിട്ടാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കനാണ് എടുക്കുന്നത്. അത് ഞാൻ സിങ്കിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു അടപ്പ് നമുക്ക് തുറന്നെടുക്കാൻ പറ്റും.
ഇതാ കണ്ടില്ലേ, ഐസ് കട്ട പിടിച്ചിരിക്കുകയാണ്. ഫസ്റ്റിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഐസായിട്ടിരിക്കുന്നത്. ഇതിനി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പ് നമ്മൾ ഇതുപോലെ ഇതിന്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് തൊട്ട് ഒരു 10 മിനിറ്റ് വരെ നമ്മൾ ഇതിലേക്ക് ഇതുപോലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനും 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചിക്കൻ അടർത്തിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കൊരു 5 തൊട്ട് 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഇതിലിട്ടിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതാ അലിഞ്ഞിതേണ്ട ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതുപോലെ രാവിലെ ധൃതി വെച്ച് ഓഫീസിൽ പോകേണ്ടവർക്കും കുട്ടികൾക്കും ഒക്കെ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്താൽ മതി. പെട്ടെന്ന് നമുക്ക് അടർത്തി എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. ഈ ഒരു കൊടും ചൂടിൽ നമ്മുടെ വീട്ടിൽ AC ഉണ്ടാവും, ഫാൻ ഉണ്ടാവും, എന്നാൽ ഇതൊന്നും ഇല്ലാത്തവരും ഉണ്ടാവും. അതുപോലെ തന്നെ AC ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. അപ്പം നമുക്ക് ആ AC ഫുള്ളായിട്ട് യൂസ് ചെയ്യാനും പറ്റത്തില്ല. അതുപോലെ ഫാനിൻ്റെ കീഴിൽ കിടന്നു കഴിഞ്ഞാൽ നല്ല കൊടും ചൂടുമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പം നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് ഐസ് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചൊരു കുറച്ച് മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഐസ് കട്ടയാവും. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു മൺചട്ടിയാണ്. ഞാനിവിടെ ഒരു വലിയ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഉപയോഗിച്ചതോ ഉപയോഗിക്കാത്തതോ പുതിയതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു മൺചട്ടിയാണ്. ഈ ഒരു മൺചട്ടി എന്ന് പറയുമ്പോൾ തണുപ്പ് നല്ലപോലെ പിടിച്ചിതിൽ നിൽക്കും. അപ്പം നമുക്കൊരു മൺചട്ടിയാണ് വേണ്ടത്. ആ മൺചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയ ചരുവത്തിലാണ്. അപ്പം നിങ്ങൾക്ക് മൺചട്ടിയുടെ അനുസരിച്ച് ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും പാത്രത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം നിറച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു ഐസ് കട്ടയൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ ഈ ഒരു ഐസ് കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നിറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി പണ്ട് കാലങ്ങളിലൊക്കെ ഇതുപോലെ കറണ്ടൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പഴയ ആൾക്കാർ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു തണുപ്പ് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു തണുപ്പ് ഇരട്ടി ഫലമായിരിക്കും നമുക്ക് തരുന്നത്. മൺചട്ടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ എന്തെങ്കിലും പാത്രം എടുക്കാം. പക്ഷേ ഈ ഒരു മൺചട്ടിയിൽ നമ്മൾ ഇടുന്ന പോലെയുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. കഴിവതും നിങ്ങൾ കുറച്ച് പഴകിയതാണെങ്കിൽ മൺചട്ടി തന്നെ എടുക്കാൻ നോക്കണം. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ നമ്മൾ കിടക്കുന്ന റൂമിൽ ഇതുപോലെ ഒരു സ്റ്റൂൾ എടുത്ത് വെക്കുക. അതല്ല എങ്കിൽ കസേര ഉണ്ടെങ്കിൽ കസേര നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. കുറച്ച് പൊക്കത്തിലുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഫാനിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഒരു സ്റ്റൂൾ വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ AC ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ചാർജൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ടിപ്പ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവർക്ക് ജലദോഷമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഒത്തിരി പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ കിടക്കുന്ന റൂമിൽ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മൺചട്ടി കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മൺചട്ടിയിൽ എടുത്ത് വെച്ചിരുന്ന ഐസ് കുറച്ചൊന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വെള്ളത്തിന് നല്ല തണുപ്പാണ്. പ്രത്യേകിച്ച് ഈ ഒരു മൺചട്ടിയിലാവുമ്പോൾ തണുപ്പ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫാനിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ പകലോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ എപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ആ ഡോറൊന്ന് അടച്ചു കൊടുക്കണം. അടച്ചു കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു റൂം ഫുള്ളും നമുക്ക് ആ ഒരു തണുപ്പ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും നമുക്ക് ഫുൾ ടൈം നല്ല ഒരു തണുപ്പ് കിട്ടും. ഇതൊന്നും മാറിക്കഴിഞ്ഞാലും അത് മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്ക്രബ്ബർ. ഇതുപോലെ കുറച്ച് വലിയൊരു സ്ക്രബ്ബർ, സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറാണ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതുപോലെ സ്പോഞ്ചിൻ്റെ ഒരു സ്ക്രബ്ബർ വേണം നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഇതുപോലെ വലിയൊരു സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളിനി ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്ക്രബ്ബർ ഇതിനകത്ത് കിടക്കുമ്പോഴും ഈ ഒരു ഐസ് കട്ട അലിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഫുൾ നൈറ്റ് ആണെങ്കിലും ഫുൾ ഡേ ആണെങ്കിലും നമുക്ക് ഈ ഒരു തണുപ്പ് മാറാതെ കണ്ട ഈ ഒരു സ്പോഞ്ചിൻ്റെ ഈ ഒരു തണുപ്പ് കട്ട പിടിച്ചിങ്ങനെ നല്ല തണുപ്പായിട്ട്
ഇരിക്കും. അത് കാരണം തണുപ്പ് ഒട്ടും കുറയത്തില്ല. അപ്പോൾ ഈ ഒരു ഇതുപോലൊരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ നിങ്ങൾ ഇതുപോലെ ഈ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസം, പിന്നെ ഈ ഒരു സ്ക്രബ്ബർ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. വെള്ളം മാത്രം നമ്മൾ മാറ്റിയാൽ മതി. ഡെയിലി നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഈ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഇട്ടതിന് ശേഷം ഇതേപോലെ നിങ്ങൾ രാത്രിയിൽ ഫാൻ ഇട്ടതിന് ശേഷം ഒന്ന് കിടന്നുറങ്ങി നോക്കുക. നമ്മൾ തണുത്ത് വിറച്ച് കിടന്നുറങ്ങാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നല്ല ഐസ് കട്ട പോലൊക്കെ തണുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് ഒട്ടും തണുപ്പ് പോകത്തില്ല. എത്ര ടൈം വേണമെങ്കിലും ഈ ഒരു തണുപ്പ് ഈ ഒരു സ്പോഞ്ചിൽ പിടിച്ചു നിൽക്കും. അപ്പോൾ അതിനാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു മൺചട്ടിയിലേക്ക് ഈ ഒരു സ്പോഞ്ചിട്ട് സ്ക്രബ്ബർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. റിസൾട്ട് നിങ്ങൾക്ക് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ഇതിന് ഒട്ടും തണുപ്പ് പോകത്തില്ല. എത്ര ടൈം വേണമെങ്കിലും ഈ ഒരു തണുപ്പ് ഈ ഒരു സ്പോഞ്ചിൽ പിടിച്ചു നിൽക്കും. അപ്പോൾ അതിനാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു മൺചട്ടിയിലേക്ക് ഈ ഒരു സ്പോഞ്ചിട്ട് സ്ക്രബ്ബർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. റിസൾട്ട് നിങ്ങൾക്ക് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.